ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവിയൽ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്നും പറയുന്ന പോലെ തന്നെ പറയാനുള്ളതാണ്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളായിട്ട് പച്ചക്കായ, ക്യാരറ്റ്, പടവലങ്ങ, പയർ, മുരിങ്ങാക്കായ അത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്ര വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ, ചേനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലോട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിയലിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തെടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടോ. നമ്മളെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൈര് ചേർത്തെടുക്കുകയാണ്. ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. പിന്നെ അവിയലിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, തൈര് നേരത്തെ തന്നെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ഇതിൽ തൈര് ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകും തേങ്ങ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണേ, ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഞങ്ങളിവിടെ തേങ്ങയും പച്ചമുളകും തൈരും മാത്രം ചേർക്കുള്ളൂ കേട്ടോ. ചില നാട്ടിലൊക്കെ ജീരകവും ഉള്ളിയൊക്കെ ചേർക്കില്ല. അങ്ങനെ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തോട്ട് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചത് ഈ കഷ്ണങ്ങളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്തെടുക്കുക. കറിവേപ്പിലേൻ്റെ ഫ്ലേവർ അടിപൊളി കേട്ടോ അവിയലിലേക്ക്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.